ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തിങ്കളാഴ്ച തുറക്കുന്നതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെയും കയ്യിൽ നിന്ന് മികുമോൾ കൈനീട്ടെല്ലാം വാങ്ങി അമ്മയ്ക്കും അമ്മച്ചനും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ലോഡ് സാധനങ്ങൾ ഇന്ന് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ജസ്റ്റ് ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ താമരശ്ശേരി എത്തിയപ്പോൾ അമ്മേനെയും കൂട്ടി. അമ്മ താമരശ്ശേരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും മോളും കൂടി അങ്ങ് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിലെത്തി ട്ടോ. എല്ലാ സാധനങ്ങളും ഇതാ നമ്മളെ റോഡിൽ ഇറക്കേണ്ടി വന്നിട്ട്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് വണ്ടി പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് എല്ലാ സാധനവും വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തു കൊണ്ടുപോയി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മളെ തേങ്ങ വെട്ടുന്ന ചേട്ടൻ വന്നത്. കുറേ കാലമായി തേങ്ങ തള്ളിയിട്ടിട്ട്. എന്നാൽ പിന്നെ ചേട്ടാ തേങ്ങ ഒന്ന് തള്ളിയിട്ടതാ, ഞങ്ങൾ എത്ര ദിവസമായി ആളെ കാത്തു നിൽക്കുന്നു, എന്നാൽ വന്നതല്ലേ ചേട്ടൻ ഒന്ന് തള്ളിയിട്ടതാന്ന് പറഞ്ഞ് മൂപ്പരെ കയ്യും കാലും പിടിച്ച് അങ്ങനെ അതും സാധിച്ചെടുത്ത്. അങ്ങനെ അമ്മ എല്ലാ തേങ്ങയും പെറുക്കി കൂട്ടി. കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി കൂട്ടി ഓലക്കണ്ണയൊക്കെ എടുത്ത് പറമ്പിലേക്ക് ഇട്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോളെ പുളി കൊണ്ടുവന്നില്ല അമ്മച്ചിണ്ടായിരുന്നു, അതൊന്നും ഇനി നന്നാക്കി വെക്ക്, നമുക്കിന്ന് ഉണക്കാൻ വെക്കാലോ. അങ്ങനെ ഞാനത് അവിടെ നിന്ന് തോല് പൊളിച്ച് നോക്കുമ്പോഴാണ് കുറേയൊക്കെ നല്ല കിട്ടി. കുറച്ചങ്ങ് പൊളിച്ച് നോക്കുമ്പോണ്ട് ചിലതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു വെള്ള പൂപ്പ് പോലുള്ള സാധനം. അത് കൂടുതലും ഞാൻ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നാൽ പിന്നെ നല്ലതൊക്കെ കുറച്ചെണ്ണം എടുത്ത്, ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയിഞ്ചി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറയുകയും ചെയ്തു. അപ്പോൾ നോക്കി എല്ലാം കൂടി നന്നാക്കി വരുമ്പോൾ സാധനം ഇത്രയേ ഉള്ളൂ, എന്നാൽ അമ്മേനോട് നിന്നാൽ അത് ഉണക്കാൻ വെക്കേണ്ട, എനിക്ക് പുളിയിഞ്ചി ഉണ്ടാക്കി തരാമെന്ന്. പിന്നെ അമ്മ അതെല്ലാം പണിയെല്ലാം കൂടി പുറത്തത്തെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അകമൊക്കെ അടിച്ച് വാരി. ഭയങ്കര പൊടി ഉണ്ടായി, ഞങ്ങൾ കുറച്ചായല്ലോ ഇവിടെ നിന്നിട്ട്, നല്ല പൊടി ആയതുകൊണ്ട് അതൊക്കെ അടിച്ച് വാരി തുടയ്ക്കാൻ നോക്കുക. അപ്പം മിറ്റൊക്കെ കുറച്ച് വെള്ളം തളിച്ച് അടിക്കുകയാണെങ്കിൽ പൊടി കുറേ കുറയുമല്ലോ. തുണിയൊക്കെ എടുത്ത് വെച്ച് ഇനി കുറേ തുണി മടക്കാനുണ്ട്. മികമോൾ സ്കൂളിൽ പോയതാണ്, വന്നിട്ടില്ല. ഇപ്പം വരും വണ്ടി. ഞാൻ റോട്ടിലേക്ക് പോകണം കൂട്ടാൻ, ഇന്നെന്താ ഓടി വരുന്നുണ്ട്. ഇതാ സ്കൂളും വിട്ടതാ നമ്മളെ മോള്. ഞാൻ പിന്നെ തുടച്ചു. നല്ല പൊടിയുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നല്ലതുപോലെ 2 പ്രാവശ്യം തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായയല്ല കാപ്പി ഇടാമെന്ന് പറഞ്ഞു അമ്മ. അങ്ങനെ ഞങ്ങൾ ഫലാഫിലും ഉള്ളിവടയൊക്കെ കൂട്ടി കാപ്പിയൊക്കെ കുടിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, അതിനൊന്നും ഒരു കുറവില്ല. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഞങ്ങൾക്ക് തന്നിട്ടോ ഷൈ ചേച്ചി. ഇതാണ് മെക്കാഡമി, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അമ്മയും ഞാനും ഏട്ടനും മോളും കൂടി ഇരുന്ന് പിന്നെ ഇത് കഴിക്കലാണ് കേട്ടോ പണി. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ഉള്ളത് സൺഫ്ലവർ സീഡാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിൻ്റെ പുറന്തോടിനൊരു ഉപ്പാണ്, ഉള്ളിലൊരു പരിപ്പ് പോലെ ഉണ്ട്, അതെടുത്ത് കഴിക്കുക. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ഇതെല്ലാ സാധനങ്ങളും ബാക്കി അച്ഛനും വെച്ചേക്കണം. ഈ ഇരിപ്പ് തീറ്റിയാണ്, ഇതൊക്കെ ഇപ്പോൾ തീർന്നു പോകും. അങ്ങനെ നമ്മളെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.